പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും 8ാം മാസത്തിന്റെ 2ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കും. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കും. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെയാണെന്ന് കർത്താവിൽ ഈ പ്രഭാതവും വിശ്വസിക്കുന്നു. ഒരു മാസം കൂടെ നമ്മെ നമുക്ക് നൽകുവാൻ ഇടയാണ്. 7 മാസം നമ്മെ നടത്തി പരിപാലിച്ചു. 8ാം മാസത്തിൻ്റെ പ്രാരംഭ നാളുകൾ കാണുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്കായിരിക്കും. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പ്രകാരം എഴുതുവാനിടയായി, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൽ അടുത്തു ചെല്ലുക. മറ്റുള്ളവരുടെ സഹായം നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഭൗതിക ആവശ്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. രോഗം, ഭാരം, കടഭാരം, വീട് വെക്കുക, ആലയം പണിയുക, അങ്ങനെയുള്ള പലവിധമായ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, പല ആവശ്യങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നു. നാം മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളിൽ നാം ഭാരപ്പെടാതെ ദൈവത്തോട് അപേക്ഷിക്കാനും ദൈവം മുഖത്തേക്ക് നോക്കുവാനുമാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ഓർപ്പിക്കുന്നത്. ഒരിക്കൽ ദാവീദും കൂടെയുള്ളവർക്കും വളരെ വിഷമം ഉണ്ടായിട്ട് നാബാലിൻ്റെ മുമ്പിൽ കൈനീട്ടേണ്ടതായി വന്നു. നാബാൽ ആടുകളെ രോമം കത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിരുന്ന് കഴിക്കുന്ന സമയമായിരുന്നു അത്. എന്നാൽ അവർ ദാവീദിന്റെ ഭൃത്യന്മാരെ പരിഹസിച്ച് ഓടിച്ചു കളഞ്ഞു. ഇന്നും ചിലരെ നമുക്ക് അങ്ങനെയുള്ളവരെ കാണുവാൻ കഴിയും. ഇക്കൂട്ടർ പരിഹസിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കൊടുത്തു, അങ്ങനെ ഇപ്പോൾ അവൻ രക്ഷപ്പെടണ്ട. ഇങ്ങനെയൊക്കെ സഹായിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാണ്, എനിക്കെന്ത് ലാഭമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ കുറവല്ല കേട്ടോ. പ്രിയ ദൈവവേദിലെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ കൂട്ടുകാരിൽ പരമായി അനുഗ്രഹിച്ചത് കഷ്ടത അനുഭവിക്കുന്ന സഹജീവികളെ കൂടെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി തന്നെയാണ്. ഒരിക്കൽ ഈ നാബാലിൻ്റെ ആട്ടിൻകൂട്ടത്തെയും അവൻ്റെ ഭൃത്യന്മാരെയും ദാവീദും കൂട്ടരും സംരക്ഷിച്ചതാണെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായം ദാവീദിന് ലഭിച്ചില്ല. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ, നാം ഇന്ന് കാണുന്ന, നാം ഇന്ന് അനുഭവിക്കുന്ന നന്മയുടെ പുറകെ എത്രയോ പ്രിയപ്പെട്ടവരുടെ കൈത്താങ്ങലുകൾ, പ്രയത്നങ്ങൾ, പ്രാർത്ഥനകൾ ഒന്ന് ഓർത്തു നോക്കൂ. ഇതൊന്നും പെട്ടെന്ന് ഉണ്ടായതല്ല. ഇതിൻ്റെ പിറകിൽ ആരുടെയൊക്കെയോ കണ്ണുനീരും കൈത്താങ്ങലുമില്ലേ? നാം ഒന്നും മറന്നു പോകരുതേ. ജീവിതം വഴിമുട്ടിയ മുടിയൻ പുത്രൻ ദേശത്തിലെ പൗരന്മാരിൽ ഒരുവനെ ആശ്രയിച്ചപ്പോൾ ഒരു നേരത്തെ ആഹാരം പോലും കൊടുത്തവനെ വിശപ്പ് അടക്കുവാൻ അവർ തയ്യാറായില്ല. നന്മ വരുമ്പോൾ സഹായിക്കുവാനും സ്നേഹിക്കുവാനും ധാരാളം പേരുണ്ടാകും. എന്നാൽ ഒരുവന് കഷ്ടത നേരിടുമ്പോൾ ആരും സഹായിപ്പാൻ ഉണ്ടെന്ന് വരികയില്ല. പ്രിയ ദൈവവേദിലെ ഈ ശബ്ദം കേൾക്കുന്ന ദൈവദാസന്മാർ, അനേക പ്രിയപ്പെട്ടവർ പലവിധമായ രോഗബലഹീനതകൾ ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. കഷ്ടത കൊണ്ട് ഞരങ്ങുന്നവർ, സ്വന്തം ഭവനമില്ലാതെ, 1 സെന്റ് ഭൂമിയില്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവർത്തിയില്ല, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. സഹായിക്കുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന്, അവൻ ഇത്തരക്കാരെ സഹായിപ്പാൻ ആരും വന്നില്ല എങ്കിലും ദൈവം കൂടെയുണ്ടെന്ന് അവൻ വചനം ഉറപ്പ് തരുന്നു. മനുഷ്യനൊരു പരാശ്രയ ജീവിയാണ്. നമുക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന തിരിച്ചറിവോടെ നമുക്കും ഈ പ്രഭാതമായിരിക്കും. കഴിയുമെങ്കിൽ ദൈവകുഞ്ഞുങ്ങളെ, ദൈവദാസന്മാരെ, രോഗികളെ, കഷ്ടതയിലായിരിക്കുന്ന സകല മനുഷ്യരെ സഹായിക്കുവാനുള്ള നല്ല മനസ്സ് ഈ പ്രഭാതം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് മറ്റുള്ളവരെ സഹായിക്കുവാൻ നല്ല മനസ്സുള്ള നമ്മുടെ കർത്താവായ നല്ല മനസ്സുള്ളവർ. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ആ കർത്താവിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയവും ഒരു മനസ്സാക്ഷി ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി കൈനീട്ടുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ യാചിക്കുമ്പോൾ അത് നിരസിക്കരുത്.
ഹല്ലേലൂയ. ദൈവം നമ്മെ എത്രത്തോളം മാനിച്ചു. നാം എത്രയോ ലക്ഷങ്ങൾ മുടക്കി നല്ല ഭവനങ്ങളിൽ പാർക്കുന്നു, ലക്ഷങ്ങൾ മുടക്കി നല്ല വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. ഇതൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ നമ്മുടെ സഹജീവികൾ എത്രയോ പേർ ഭാരപ്പെട്ടു. അവരെ ഒന്ന് സഹായിച്ചുകൂടെ? ഈ പ്രഭാതം നല്ല മനസാക്ഷിയുള്ളവർ, നല്ല ആത്മാർത്ഥതയുള്ള ദൈവമക്കളാണ് നമുക്ക് മാറാം. അതുകൊണ്ട് കരുണ ലഭിക്കാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടുകൂടെ കൃപാസനത്തിൽ അടുത്തു ചെല്ലുക. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ ഒരു നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഈ ശബ്ദം ശ്രവിക്കുന്ന കർത്താവേ, എല്ലാ ദൈവകുഞ്ഞുങ്ങളും ആമേൻ ഹാലിൽ കഷ്ടത അനുഭവിക്കുന്ന, ആമേൻ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന, മാനസിക നിരാശകളിലായിരിക്കുന്ന കർത്താവേ, ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്ന, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവം മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.